അനീഷ് സാറാണേ. ഇപ്പോൾ ഞാൻ ചെല്ലാൻ സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിലെ അധ്യാപകനാണ്. ഞാൻ ഈ സ്കൂളിൽ വന്നപ്പോൾ ഈ സ്കൂളിലെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യാനുള്ള ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുൻപ് വർക്ക് ചെയ്ത സ്കൂളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് മാത്യു സാറിനോടൊപ്പം കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ഒരു പാഠം പഠിച്ചതുകൊണ്ടും ഇവിടെ എനിക്ക് ആ ഒരു കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രാവശ്യം ഈ തക്കാളി, വഴുതന, വെണ്ട, മുളക് ഇത്രയും കൃഷികൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അത് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനോടുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൃഷിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കൃഷി നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്ത കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഒരു 100 ഗ്രോ ബാഗാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. അപ്പോൾ എല്ലാ ഗ്രോ ബാഗുകളിലും ഏകദേശം നമ്മൾ നിറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തക്കാളിയാണ്. തക്കാളി ഏകദേശമൊക്കെ കായ്ഫലം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായ മഴ മൂലമേ ഇവിടെ കുറച്ച് വെള്ളക്കെട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഈ തക്കാളിയെ കുറച്ചുകൂടി കായ്ഫലം കിട്ടാനായിട്ട് നമ്മൾ ഏത് ജൈവവളം ഉപയോഗിക്കുക എന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുന്ന വളവേ അപ്പോൾ എനിക്ക് ചെയ്താൽ മതിയല്ലോ. എനിക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല, എന്നാലും അറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്തതാണ്. ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യണമെന്ന്. കുട്ടികൾക്ക് മാലിന്യമൊന്നും ഇല്ലാത്ത ഈ രാസപദാർത്ഥങ്ങൾ ഒന്നും ഇല്ലാത്ത പച്ചക്കറികൾ കൊടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ്. നല്ല പരാഗണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു പ്രാണിയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നല്ല പരാഗണം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് മുളക് അറിയാമല്ലോ, എനിക്ക് മുളക് ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ തക്കാളിയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ 1-2 ആളുകൾ എന്നോട് പറഞ്ഞു ഇതിൻ്റെ ശിഖരങ്ങൾ വെട്ടിക്കൊടുത്താൽ പൊങ്ങി വരുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊന്നും നമുക്കറിയാൻ പാടില്ല. ഇതേപോലെ എനിക്ക് അപ്പുറത്ത് ഇതേപോലെ കുറച്ച് സ്ഥലങ്ങൾ കൂടി ഉണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ അറ്റത്ത് കുറച്ച് സ്ഥലം കൂടി കിടപ്പുണ്ട്. അപ്പോൾ അവിടെ മരങ്ങൾ വെച്ച് നടണമെന്നൊരു ആഗ്രഹമുണ്ട്. അതായത് നമുക്ക് പൊക്കം കുറഞ്ഞ മരങ്ങളില്ലേ, പേര, മാവ്, അങ്ങനെയുള്ളത്, പിന്നെ പപ്പായ, അങ്ങനെയൊക്കെ വെച്ച് നടുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറണം. അത് മാത്രമല്ല ഈ ചിത്രശലഭങ്ങളൊക്കെ വരുമ്പോഴേ നല്ല രസമായിരിക്കും. കുട്ടികൾക്ക് പഠിക്കാനും അറിയുവാനും ഉള്ള ഒരു പ്രചോദനമാവുമല്ലോ അതൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഏതെല്ലാം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ പേരുകളൊന്നും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. എനിക്ക് അതിൻ്റെ വ്യക്തമായ എൻ്റെ പേരുകളൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അറിയാവുന്നവരെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. അല്ലെങ്കിൽ ഒന്ന് എൻ്റെ നമ്പർ അറിയാമെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. കമൻറ്റ് ബോക്സ് ഞാൻ എൻ്റെ നമ്പറൊക്കെ ഞാൻ ഇട്ടേക്കാം. ആരെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു. ഞാൻ അതുകൂടാതെ ചില പച്ചക്കറികൾക്ക് ഈ വളർച്ചക്കുറവുണ്ട്. അപ്പോൾ അതിന് ഏത് വളമായി ഇടേണ്ടതെന്നും കൂടി പറയണം കേട്ടോ. അപ്പോൾ ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്കും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് ഒരാഴ്ച വെച്ചു. അതിനുശേഷം അതിൻ്റെ മുകളിൽ തെളിഞ്ഞിരുന്ന വെള്ളം എടുത്ത് ഡൈലൂട്ട് ചെയ്തിട്ടാണ് ആഴ്ചയിൽ 2 ദിവസമാണ് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നത്. അത് മാത്രമാണ് ഇപ്പം നിലവിൽ ചെയ്യുന്നത്.
എനിക്കറിയാവുന്നൊരു വളം അത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള വേറെ ഏതെങ്കിലും വളങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. അതേപോലെ ഗാർഡൻ ചെയ്യാനുള്ള മരങ്ങൾ വെച്ച് ഗാർഡൻ ചെയ്യാനുള്ള ഐഡിയ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഇനി ആരെങ്കിലും ഇതിന് സഹായിക്കാണ്ട് എന്തെങ്കിലും, അതായത് കൃഷി ചെയ്യാൻ എന്നെ സഹായിക്കാണ്ട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക, ഈ നല്ലൊരു വിളവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെയും ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു പച്ചക്കറി കഴിച്ച് ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൂടി വേണം. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്.